നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിധി. പ്രധാന വാർത്തകൾ. കോഴിക്കോട് KSRTC പുഴയിലേക്ക് മറിഞ്ഞു. 2 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. MR അജിത് കുമാറിനെ ബറ്റാലിയൻ മേധാവി തസ്തികയിൽ നിലനിർത്തിയതിൽ DGPക്ക് അതൃപ്തി. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കളിയിൽ 4 UDF MLAമാർക്ക് താക്കീത്. വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡിന്റെ തുടർ നടപടികൾ DPR ലഭിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കും. PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തിരിച്ചടി. ക്രമസമാധാന ചുമതലയിലേക്ക് ADGP ആയി മനോജ് അബ്രഹാമിനെ എത്തിച്ച സർക്കാർ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് KSRTC പുഴയിലേക്ക് മറിഞ്ഞു. 2 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് KSRTC ബസ് പുഴയിലേക്ക് വീണു. 2 യാത്രക്കാർ മരിച്ചു. യാത്രക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ടെന്നാണ് പ്രാഥമിക വിവരം. തിരുവമ്പാടി ആനക്കാംപൊയിൽ ഓർഡിനറി ബസ്സാണ് പുഴയിലേക്ക് മറിഞ്ഞത്. തിരുവമ്പാടി കാളിയമ്പുഴ പുഴയിലേക്കാണ് ബസ് മറിഞ്ഞത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. MR അജിത് കുമാറിനെ ബറ്റാലിയൻ മേധാവി തസ്തികയിൽ നിലനിർത്തിയതിൽ DGPക്ക് അതൃപ്തി. കടുത്ത നടപടി ഒഴിവാക്കിക്കൊണ്ട് ADGP MR അജിത് കുമാറിനെ ബറ്റാലിയൻ മേധാവി എന്ന പ്രധാന തസ്തികയിൽ നിലനിർത്തിയതിൽ DGP S ദർവേഷ് സാഹിബിന് അതൃപ്തി. പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാതെ പലതും മാറ്റിപ്പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ DGP കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അൻവറിന്റെ ആരോപണം ആദ്യം വന്നപ്പോൾ DGPയുടെ നേതൃത്വത്തിൽ ADGPയുടെ മൊഴിയെടുത്തിരുന്നു. തന്റെ പോലീസ് മെഡൽ, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് കേന്ദ്രത്തിലെ പലരെയും കണ്ടതെന്ന് അന്ന് അനൗദ്യോഗികമായി DGPയോട് പറഞ്ഞെന്നാണ് അറിവ്. അതിനുശേഷം RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദമായപ്പോൾ പൂരം കലക്കലിൽ ഉൾപ്പെടെ വിശദ അന്വേഷണം നടത്തി വീണ്ടും അജിത്തിന്റെ മൊഴിയെടുത്തു. അത് വീഡിയോയിൽ പകർത്തിയിരുന്നു. അപ്പോഴാണ് ഏതു പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിലെത്തിയാലും താൻ കാണാറുണ്ടെന്നും അത് വ്യക്തിപരമാണെന്നും പറഞ്ഞത്. DGPയോട് മുൻപ് അനൗദ്യോഗികമായി പറഞ്ഞത് അപ്പോൾ പറഞ്ഞതുമില്ല. പൂരം നടത്തിപ്പിൽ അജിത്തിന്റെ വീഴ്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ DGP ബറ്റാലിയനുകളിൽ നിന്നും 4500 പോലീസുകാരെ വിന്യസിച്ചിരുന്നത് പോലീസ് സ്കീം മാറ്റി 2700ആയി കുറച്ചതും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. DGP 2 പ്രാവശ്യം അജിത്തിനെതിരെ വിശദ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അദ്ദേഹത്തെ പോലീസിൽ നിന്നും മാറ്റാത്തതും ചർച്ചയായിട്ടുണ്ട്. DGPക്കു ദൈനംദിനം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനായി അജിത്ത് തുടരും. ശബരിമല കോഓർഡിനേറ്റർ തസ്തികയിൽ നിന്നും മാറ്റിയിട്ടില്ല. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കളിയിൽ 4 UDF MLAമാർക്ക് താക്കീത്. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കളിയിൽ 4 UDF MLAമാർക്ക് താക്കീത്. IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, മാത്യു കുഴൽനാടൻ, സജീവ് ജോസഫ് എന്നിവരെയാണ് താക്കീത് ചെയ്തത്. ഇവർ ഡൈസിൽ കയറുകയും സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തുകയും ചെയ്തിരുന്നു. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ചട്ടവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്തിരിഞ്ഞില്ല. നടപടി പാർലമെന്ററി മര്യാദയുടെ ലംഘനമാണെന്ന് കണ്ടാണ് ഇപ്പോഴുള്ള നടപടിയെന്ന് പ്രമേയം അവതരിപ്പിച്ച് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. പ്രതിപക്ഷം സഭാചട്ടം ലംഘിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്പീക്കറെ അധിക്ഷേപിക്കുകയും ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക എന്നതും തങ്ങളുടെ അവകാശമാണ് എന്നാണ് പ്രതിപക്ഷം കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ നിയമസഭയുടെ അന്തസ്സ് പ്രതിപക്ഷം പാലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ MLAമാർക്കെതിരെയുള്ള നടപടി ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ ശക്തിയായി എതിർക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ആദ്യമായിട്ടല്ല സഭയിൽ ബാനർ ഉയർത്തുന്നതെന്നും പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയാൽ സാധാരണഗതിയിൽ സഭ നിർത്തിവെച്ച് ചർച്ചയ്ക്ക് വിളിക്കും. സഭ ഏകപക്ഷീയമായി കൊണ്ടുപോകുന്നുവെന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ആളെ ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല, സ്പീക്കർ അനാവശ്യമായി ഇടപെടുന്നുവെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡിന്റെ തുടർ നടപടികൾ DPR ലഭിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കും. PA മുഹമ്മദ് റിയാസ്. വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡിന്റെ തുടർ നടപടികൾ DPR ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു. സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLAയുടെ സബ്മിഷനുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വടക്കാഞ്ചേരി എന്ന പ്രദേശത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇതെന്ന് മന്ത്രി പറഞ്ഞു. സബ്മിഷനായി കൊണ്ടുവന്നിട്ടുള്ളത് ദീർഘകാലമായി ഒരു പ്രദേശത്തിന്റെ സ്വപ്നമായൊരു പദ്ധതിയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് 20 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ബൈപ്പാസ് റോഡും റെയിൽവേ ഓവർബ്രിഡ്ജും ഉൾപ്പെടുന്നതാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി. ഇവിടെ ചൂണ്ടിക്കാട്ടി. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് GAD തയ്യാറാക്കുന്നതിന് കെ റെയിലിനെ
25/7/2024 ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 75 ദിവസത്തെ പൂർത്തീകരണ കാലാവധിക്കുള്ളിൽ GAD സമർപ്പിക്കുവാനാണ് KRailന് നൽകിയ നിർദ്ദേശം. റെയിൽവേ ഭാഗം ഒഴിച്ചുള്ള ഭാഗത്തെ റോഡിൻ്റെ DPR തയ്യാറാക്കുന്ന പ്രവൃത്തി തുടരുകയാണ്. 10/9/2024 ഡിസൈൻ യൂണിറ്റ്, KRFB, റിക്വൽ ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്ത സ്ഥലപരിശോധന നടത്തി. DPR ലഭിക്കുന്ന ഉടനെ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. തലപ്പിള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി ഓട്ടുപാറ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് അനിവാര്യമാണെന്ന് MLA സഭയിൽ പറഞ്ഞു. 20 കോടി ചെലവ് വരുന്ന പദ്ധതിക്ക് കിഫ്ബിയാണ് തുക അനുവദിച്ചിട്ടുള്ളതെന്നും MLA അറിയിച്ചു. 2017-18 ബഡ്ജറ്റിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 കോടി രൂപ വകയിരുത്തിയിരുന്നു. 5.586 കിലോമീറ്റർ നീളത്തിൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാത 22-ൽ കരുതക്കാട് നിന്നും ആരംഭിച്ച് പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലവും അകമലയിൽ ഒരു റെയിൽവേ മേൽപ്പാലവും കടന്ന് സംസ്ഥാന പാതയിൽ ചേരും വിധമാണ് ബൈപ്പാസ് അലൈൻമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ മലപ്പുറം പരാമർശങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദി ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശനങ്ങൾ വിവാദമായതോടെയാണ് ഗവർണറുടെ നീക്കം. സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയും DGPയും ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് രാജ്ഭവനിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന് ഗവർണർ നിർദ്ദേശം നൽകി. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകളുടെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് ദ ഹിന്ദു പത്രത്തിൽ വന്ന റിപ്പോർട്ട്. കൂടാതെ മലപ്പുറത്തെ ദേശവിരുദ്ധ ശക്തികൾ ആരെന്നും വിശദീകരിക്കണം. ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് തന്നെ അറിയിക്കാഞ്ഞത് എന്നും ഇക്കാര്യത്തിൽ വിശദീകരണം വേണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. ഈ 2 വിഷയങ്ങളിലും ഗവർണർ നേരത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ നൽകിയിരുന്നില്ല. ഇതേ തുടർന്നാണ് നേരിട്ടെത്താനുള്ള നിർദ്ദേശം. PV അൻവർ താൻ ഫോൺ ചോർത്തിയെന്ന വെളിപ്പെടുത്തലിൽ സ്വീകരിച്ച നടപടിയും DGPയോട് ഗവർണർ വിശദീകരണം തേടും. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തിരിച്ചടി. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തിരിച്ചടിയാകും. സന്നിധാനത്ത് എത്തുന്നവരിൽ ഏറിയ പങ്കും തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരിൽ തന്നെ ഭൂരിഭാഗവും ഗ്രാമീണ മേഖലയിൽ നിന്നുള്ളവരും. ദർശനത്തിന് വെർച്വൽ ക്യൂ നിർബന്ധമാണെന്നറിയാതെയോ സാങ്കേതിക തടസ്സങ്ങളാൽ ബുക്ക് ചെയ്യാൻ കഴിയാതെയോ എത്തുന്നവർക്ക് അനുഗ്രഹമായിരുന്ന സ്പോട്ട് ബുക്കിംഗ് സൗകര്യമാണ് സർക്കാർ വേണ്ടെന്ന് വെച്ചത്. കുമളി, എരുമേലി, മുണ്ടക്കയം, ആലുവ, ഏറ്റുമാനൂർ, ചെങ്ങന്നൂർ, പന്തളം, നിലയ്ക്കൽ, പമ്പ, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ മുൻ വർഷങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. നിലയ്ക്കലിൽ 10ഉം പമ്പയിൽ 5ഉം കൗണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഒറ്റയടിക്ക് വേണ്ടെന്ന് വെച്ചത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ആശങ്ക ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമുണ്ട്. തീരുമാനം പുനർപരിശോധിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും ദേവസ്വം ജീവനക്കാരുടെ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനം ദേവസ്വം ബോർഡാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ഒരു ദിവസം 80,000 ഭക്തർ എന്ന പരിധി നിശ്ചയിച്ചത് ട്രാവൽ ഏജൻസികൾക്കായി ബുക്ക് ചെയ്താൽ സാധാരണ തീർത്ഥാടകർക്ക് അവസരം കിട്ടാതെ വരും. സന്നിധാനത്ത് എത്തുന്നവരുടെ കണക്കും വിവരവും സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നും തിരുപ്പതി ക്ഷേത്ര മാതൃകയിൽ ശബരിമലയിലെ ദർശനം ക്രമീകരിക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ ക്രമീകരണങ്ങൾ. എന്നാൽ മാസപൂജയ്ക്ക് 5 ദിവസവും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് 2 മാസത്തോളവും മാത്രം തുറക്കുന്ന കാനന ക്ഷേത്രമായ ശബരിമലയെ എന്നും ദർശനമുള്ള തിരുപ്പതിയുമായി താരതമ്യം ചെയ്യാനാവില്ല. ക്രമസമാധാന ചുമതലയിലേക്ക് ADGP ആയി മനോജ് എബ്രഹാമിനെ എത്തിച്ച് സർക്കാർ. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെ കേരള പോലീസ് ഏറെ വിവാദങ്ങൾ നേരിടുന്ന നിർണായക ഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയിലേക്ക് ADGP-ആയി മനോജ് എബ്രഹാമിനെ എത്തിച്ചതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലീസിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തൽ. മനോജ് എബ്രഹാമിന് പകരം ഇന്റലിജൻസ് തലപ്പത്തേക്ക് ആരെത്തുമെന്ന് വ്യക്തമായിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടാതെയാണ് ADGP MR അജിത് കുമാറിനെ മാറ്റി മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാരിന്റെ വിശ്വസൻ എന്നതിനപ്പുറം താഴെത്തട്ടിലുള്ള പോലീസുകാർ മുതൽ IPS തലത്തിൽ വരെ ഒരേപോലെ സ്വാധീനമുള്ള IPS ഓഫീസർ എന്ന നിലയിലാണ് മനോജ് എബ്രഹാമിന് നറുക്കുവീണത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ വിശ്വസ്തനായ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥയെത്തിയപ്പോൾ പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഉത്തരവും മനോജ് എബ്രഹാം തന്നെ.
2023 TK വിനോദ് കുമാറിന് പകരക്കാരനായാണ് മനോജ് എബ്രഹാം ഇന്റലിജൻസ് മേധാവിയായി നിയമിതനായത്. തുടർന്ന് ഡിസംബറിൽ പോലീസ് ആസ്ഥാനത്തെ ADGPയുടെ അധിക ചുമതലയും നൽകി. സർക്കാരുകൾ മാറിവരുമ്പോഴും പ്രധാന ചുമതലകളിൽ മനോജ് എബ്രഹാമിനെ നിയോഗിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമാണ്. 1994 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ മനോജ് എബ്രഹാമിന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന് A. വിജയരാഘവൻ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന് A. വിജയരാഘവൻ. CPIM-നോടൊപ്പം നിന്നപ്പോൾ അൻവറിനെ കുറ്റപ്പെടുത്തിയത് മാധ്യമങ്ങളാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളൻ അൻവറാണെന്നാണ് മുൻപ് പറഞ്ഞത്. മാധ്യമങ്ങൾക്കിപ്പോൾ അൻവർ ഹീറോയാണ്. പാർട്ടിയെ തകർക്കാൻ കിട്ടിയ അവസരം അത് ആഘോഷിക്കുന്നുവെന്ന് A. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. നിലമ്പൂർ ചന്തക്കുന്നിൽ CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്തിന് വേറെ അർത്ഥം കൊടുക്കുവാനുള്ള ശ്രമം ആണിവിടെ നടക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ അടിത്തറയാണ് മലപ്പുറം. അത് പണിയാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പാർട്ടിയാണ് ഇടതുപക്ഷം. കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്നതാണ് RSS അജണ്ട. ഗവർണർ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കള്ളക്കടത്തുകാരുടെ കയ്യടി ലഭിക്കുന്ന പ്രവർത്തനം CPIM നടത്താറില്ല. കേരള പോലീസ് മര്യാദയ്ക്കാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ഇടതുപക്ഷമാണ്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ LDF വോട്ട് കൂടി, UDFന് വോട്ട് കുറഞ്ഞു. BJP വിരോധം മൂത്ത അവരുടെ വോട്ട് കോൺഗ്രസ് BJPക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മിമോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് എ സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, Oryx Builders. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. തിരികെ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് KT ജലീലിന്റെ പരാമർശത്തെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള KT ജലീലിന്റെ പരാമർശത്തെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. കമ്മ്യൂണിസ്റ്റുകൾ RSSനൊപ്പമാണെന്ന് പറയുന്നത് അബദ്ധമാണെന്ന് പറഞ്ഞ ജലീൽ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ചവരല്ലേ കോൺഗ്രസുകാരനെന്നും പറഞ്ഞതോടെ സഭയിൽ പ്രതിഷേധം കനക്കുകയായിരുന്നു. അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസുകാര്? മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജലീലിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയും ജലീൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണെന്നും VD സതീശൻ പ്രതികരിച്ചു. ജലീൽ നടത്തിയത് ഗാന്ധി നിന്നയും നെഹ്റു നിന്നയുമാണ്. ഇത് തിരുത്തണമെന്നും സതീശൻ പറഞ്ഞതോടെ പരിശോധിക്കാമെന്ന് സ്പീക്കർ മറുപടി നൽകുകയായിരുന്നു. അദ്ദേഹം ഒരു വളരെ ഒരിക്കലും നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞത്. ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഗാന്ധിയും നെഹ്റുവും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാൻ എന്ന് കോൺഗ്രസ് ചോദിച്ചെന്ന് പറയുന്നത്. എന്തൊരു ഗാന്ധി നിന്നയും നെഹ്റു നിന്നയുമാണ് അങ്ങ് നടത്തിയത്. ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത്? അങ്ങ് ദയവ് ചെയ്ത് അങ്ങ് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം. ഇത് ഗാന്ധി നിന്നയാണ് നടത്തിയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ക്രമപ്രശ്നം പരിശോധിക്കാം. എന്നാൽ പരാമർശം ആവർത്തിക്കുകയായിരുന്നു ജലീൽ. ഇതോടെ സഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയും പ്രതിഷേധിച്ചു. സ്പീക്കർ പരിശോധിക്കാമെന്ന് പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിച്ചത് ശരിയോ എന്ന് VD സതീശൻ ചോദിച്ചു. CHന്റെ പ്രസംഗം മുഴുവൻ വായിച്ചിട്ടുണ്ട്. PK ബഷീർ ഒന്നും വായിച്ചു കാണില്ലെന്ന് ജലീൽ പറഞ്ഞതോടെ ബഷീർ വായിച്ചോ വായിച്ചില്ലേ എന്ന് പറയാൻ ഇവനാരാണ് സാർ എന്നായി PK ബഷീർ. വ്യക്തിപരമായ പരാമർശങ്ങളും അൺപാർലമെന്ററി പ്രയോഗങ്ങളും രേഖയിലുണ്ടാകില്ലെന്നും സ്പീക്കർ പറഞ്ഞു. PK ബഷീർ വായിച്ചോ
PK ബഷീർ വായിച്ചില്ലേ എന്നൊക്കെ ഇവരാണ് മലബാർ കലാപത്തെ ഒറ്റുകൊടുത്തവരാണ് കോൺഗ്രസ്. 1971 വരെ അത് സ്വാതന്ത്ര്യ സമരം അല്ലെന്നവർ പ്രചരിപ്പിച്ചു. ഗോൾവാക്കറുടെ മുന്നിൽ വിളക്ക് കൊളുത്തിയതും വണങ്ങിയതും പ്രതിപക്ഷ നേതാവല്ലേ എന്നും ജലീൽ ചോദിച്ചു. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പേരിനെങ്കിലും RSSനെതിരെ കൈ ഉയർത്തിയിട്ടെങ്കിലും ഉണ്ടോ എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് KT ജലീൽ ചോദിച്ചു. ഇതോടെ ജലീലും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്കുതർക്കം തുടരുകയായിരുന്നു. കൂളിംഗ് പേപ്പർ ഉപയോഗിക്കാൻ ഹൈക്കോടതി വിധി. കൃത്യമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും പാലിക്കണമെന്ന് ഗതാഗത മന്ത്രി. വാഹനങ്ങളിൽ നിയമപരമായ രീതിയിൽ കൂളിംഗ് പേപ്പർ ഉപയോഗിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ വിധി കൃത്യമായി പാലിക്കണമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തി കൂളിംഗ് ഫിലിം വലിച്ചു കീറുന്ന നടപടികൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെന്നും ഇത് വാഹന ഉടമകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും മന്ത്രി പറഞ്ഞു. മുൻ ഗ്ലാസിൽ 70%, സൈഡ് ഗ്ലാസിൽ 50% വിസിബിലിറ്റി മതി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതു കൃത്യമായി പാലിക്കണം. ഇതിന്റെ പേരിൽ ഇനി ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർ, ക്യാൻസർ രോഗികൾ എന്നിവർക്ക് ഇപ്പോഴത്തെ ചൂട് അസഹനീയമാണ്. നിയമം പാലിക്കാതെ കട്ടിക്കൂടിയ ഫിലിം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ നടപടിയെടുക്കാം. ഫൈൻ അടിച്ച് ഫിലിം മാറ്റി വാഹനം കൊണ്ടുവന്ന് കാണിക്കാൻ ആവശ്യപ്പെടാം. റോഡിൽ വെച്ച് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർ ഫിലിം വലിച്ച് കീറരുതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ധന ചെലവ് 10% കുറച്ച് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ KSRTC. ഇന്ധനച്ചെലവ് 10% കുറച്ച് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ KSRTC നടപടി തുടങ്ങുന്നു. ഇതിനായി ഓരോ ഡിപ്പോക്കും ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. 1 ലിറ്റർ ഡീസൽ ഉപയോഗിക്കപ്പെടുമ്പോൾ എത്ര രൂപ വരുമാനം കിട്ടുന്നെന്നും കണക്കാക്കി തുടങ്ങി. കോർപ്പറേഷന്റെ വരുമാനത്തിൽ 50% തുകയും ഇപ്പോൾ ഇന്ധനം വാങ്ങാൻ വിനിയോഗിക്കുകയാണ്. ഇത് 40% കുറച്ചാൽ ശമ്പള വിതരണത്തിലടക്കമുള്ള പ്രതിസന്ധി മറികടക്കാനാകും. ഓടിക്കുന്ന ബസ്സുകളുടെ എണ്ണത്തിനനുസരിച്ച് പ്രതിദിനം 3,20,000 ലിറ്റർ ഡീസലാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചുകൊണ്ടുവരാനാണ് നീക്കം. ഓരോ ഡിപ്പോക്കും ഡിസംബർ വരെയുള്ള ടാർഗറ്റാണ് നിശ്ചയിച്ചു നൽകിയത്. ഓരോ ഷെഡ്യൂളിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ധനത്തിന്റെ അളവ് പുതുക്കി നിശ്ചയിക്കണം. ഇതു സംബന്ധിച്ച ബോർഡുകൾ പമ്പിലും വെഹിക്കിൾ സൂപ്പർവൈസറുടെ മുറിയിലും പ്രദർശിപ്പിക്കണം. ക്ലച്ച് തകരാർ, ബ്രേക്ക് ജാമിംഗ്, എയർ ലീക്ക്, ഡീസൽ ലീക്ക് തുടങ്ങി ഇന്ധനോപയോഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വേണം ബസ്സുകൾ നിരത്തിലിറക്കാനെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. യൂണിറ്റ് അധികാരികൾക്കും വെഹിക്കിൾ സൂപ്പർവൈസർമാർക്കും ഗാരേജ് അധികാരികൾക്കുമെല്ലാം ഇതു സംബന്ധിച്ച ചുമതല നൽകി. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും. എന്നാൽ കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണി നടത്താൻ പോലും കഴിയാത്ത ബസ്സുകളിൽ നിന്ന് ഡീസൽ ലാഭിക്കണമെന്ന ഫ്യൂവൽ ഡിവിഷൻ വർക്ക്സ് മാനേജറുടെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് ഡ്രൈവർമാരുടെ വാദം. വർഷങ്ങളായി പരാതി പറഞ്ഞിട്ടും പരിഹരിക്കാത്ത തകരാറുകളുണ്ട്. വർക്ക്ഷോപ്പുകളിൽ വേണ്ടത്ര ജീവനക്കാരും സ്പെയർ പാർട്സും ഇല്ലാത്തതിനാൽ അറ്റകുറ്റപ്പണികളൊന്നും കാര്യക്ഷമമായി നടപ്പാക്കാനാകില്ല. ബസ്സുകളെല്ലാം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി. തകരാറുകൾ കണ്ടെത്തി പരിഹരിച്ചാൽ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഗുണ്ടാ തലവൻ ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിൽ സിനിമാ താരങ്ങൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. ഗുണ്ടാ തലവൻ ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിൽ സിനിമാ താരങ്ങൾക്കെതിരെ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. നടൻ ശ്രീനാഥ് ബാസിയും നടി പ്രയാഗ മാർട്ടിനും എത്തിയത് ഓംപ്രകാശ് ഒരുക്കിയ പാർട്ടിയിൽ പങ്കെടുക്കാനെന്നാണ് പോലീസ് നിഗമനം. ഓംപ്രകാശിന്റെ മുറിയിൽ തന്നെയാണ് പാർട്ടി സംഘടിപ്പിച്ചത്. ഇരുവരെയും എത്തിച്ച ബിനു ജോസഫിൽ നിന്നുമാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചത്. ഉടൻ താരങ്ങളുടെ മൊഴിയെടുക്കും. എന്നാൽ ഇരുവർക്കും ഓംപ്രകാശിനെ നേരിട്ട് പരിചയമില്ലെന്നാണ് കണ്ടെത്തൽ. ബിനു ജോസഫ് വഴിയാണ് ഇവർ ഹോട്ടൽ മുറിയിലെത്തിയത്. ആളുകളുടെ എണ്ണം കൂടിയതോടെയാണ് പോലീസിൽ വിവരമറിയിച്ചത്. കൊച്ചിയിൽ ഇയാൾ ബുക്ക് ചെയ്ത മുറിയിൽ 20ഓളം പേർ എത്തിയിരുന്നതായും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബോബി ചലപ്പതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത്. മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നും അന്വേഷണ സംഘം ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഓംപ്രകാശിനെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത എളമക്കര സ്വദേശിയെ രാത്രി വൈകി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഓംപ്രകാശിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ലഹരി കേസിൽ ഇന്നലെയാണ് ഓംപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരി പാർട്ടി നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കുണ്ടന്നൂരിലെ ഹോട്ടലിൽ നടത്തിയ തെരച്ചിലാണ് ഇയാൾ പിടിയിലായിരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് പൂർത്തിയാകും.
സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് പൂർത്തിയാകും. 14 ജില്ലകളിലും 3 ഘട്ടമായിരുന്നു റേഷൻ കാർഡ് മസ്റ്ററിംഗ് തുടങ്ങിയത്. റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്നാണ് കേന്ദ്രത്തിന്റെ അന്ത്യശാസനം. ഒക്ടോബർ 31 വരെ കേന്ദ്രം സമയം നൽകിയിരുന്നെങ്കിലും പരമാവധി വേഗം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഭക്ഷ്യവകുപ്പ് സ്വീകരിച്ചത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി ബദൽ സംവിധാനവും വരും ദിവസങ്ങളിൽ ഒരുക്കും. എല്ലാ ജില്ലകളിലും 90% ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. സെക്രട്ടറിയും ചെയർമാനും മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. നഗരസഭയുടെ അഴിമതിയും ദുർഭരണവും പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനെതിരെ പോലീസിൽ കള്ളപ്പരാതി കൊടുത്ത സെക്രട്ടറിയും ചെയർമാനും മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിപക്ഷത്തിൻ നായകനെ കെ അജിത് കുമാർ നേതാവിനെ നിങ്ങൾക്കെതിരെ താക്കീത് നാഷണൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് SAA ആസാദ് അധ്യക്ഷത വഹിച്ച ധർണ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിയമസഭ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ജനാധിപത്യ പ്രക്രിയകൾ അട്ടിമറിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മേക്ക് ഓഫ് ചെയ്യുക, പ്രതിപക്ഷ നേതാവിന്റെ സംസാരങ്ങളെല്ലാം രേഖകളിൽ നിന്ന് ഒഴിവാക്കുക, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക, കാലങ്ങളായി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം തച്ചു തകർത്തുകൊണ്ടാണ് കേരളത്തിലെ നിയമസഭ ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. തൃശൂർ കോർപ്പറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലാത്ത തീരുമാനങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും മുന്നോട്ട് പോകുന്നു. അങ്ങനെ തന്നെയാണ് നിയമസഭയിൽ ഇന്നലെ സംഭവിച്ചത്. പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി സ്പീക്കർ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് അവിടെ ചോദിച്ചത് നമ്മൾ കേട്ടു. അതുതന്നെയാണ് കേരളത്തിലെ വടക്കാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരു കൊല്ലത്തോളമായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്റെ അസാന്നിധ്യം. നമുക്കറിയാം, ഒരു മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും പ്രത്യേകിച്ച് മുനിസിപ്പൽ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് സാംക്രമിക രോഗങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അതിലിടപെടാനും തീരുമാനമെടുക്കാനും അതുമായി ബന്ധപ്പെട്ട PSC സെന്ററിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പോരായ്മകളൊക്കെ പരിഹരിക്കാനും ഒക്കെ നേതൃത്വം കൊടുക്കേണ്ട ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഒരു വർഷമായി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ അർത്ഥം ചെയർമാനെ സംരക്ഷിച്ചുകൊണ്ട് മുനിസിപ്പൽ ആക്ട്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മുനിസിപ്പൽ ആക്ട്, പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിലൊക്കെ പറയുന്നത് പോലെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ മുനിസിപ്പൽ സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനേക്കാൾ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഓർക്കണം, ഇവിടെ മുനിസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും പെൻഷൻ പറ്റാൻ കുറച്ച് കാലം കൂടി ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എല്ലാ കാലഘട്ടങ്ങളിലും മുനിസിപ്പാലിറ്റിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ കേരളത്തിൽ CPM-ന്റെ LDF-ന്റെ ഭരണമുണ്ടെന്ന് അദ്ദേഹം കരുതരുത്. ഇവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ മാനുവൽ അനുസരിച്ച്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട മുനിസിപ്പൽ സെക്രട്ടറി 3.5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം മാറ്റമില്ലാതെ തുടരുമ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ, ചെയർമാനെയും ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് അഴിമതി കഥകൾ പറഞ്ഞു. ആസൂത്രണ സമിതിയുടെ DPC-യുടെ അംഗീകാരമില്ലാത്ത പദ്ധതികൾ പലതും നടപ്പിലാക്കിയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ ഞങ്ങൾ അറിഞ്ഞത്. ഇവിടെ ജനപ്രതിനിധികളായ ഒരുപാട് പേരുണ്ട്, മുൻകാല ജനപ്രതിനിധികളുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് സാങ്കേതികമാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് സഭയിലും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ മീറ്റിംഗിലും, അതുപോലെ തന്നെ കൗൺസിൽ പറഞ്ഞ മറുപടി പത്രക്കാരൻ പറഞ്ഞത് ഇവിടെ DPC അംഗീകരിക്കാത്ത പദ്ധതികളില്ല. ചില സമയത്ത് പെട്ടെന്ന് നടപ്പിലാക്കേണ്ട പദ്ധതികൾ വരുമ്പോൾ തീരുമാനമെടുത്ത് DPC കൊണ്ട് അംഗീകരിക്കാമെന്ന്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടെ ജനപ്രതിയായ ആളുകളുണ്ട്. ഇവിടെ അതിനൊക്കെ അംഗീകാരം വാങ്ങണം.
അടിയന്തരമായി ഒരു മോട്ടോർ കേടായാൽ, പൈപ്പ് ലൈൻ പൊട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി സ്ലേബ് പൊളിഞ്ഞാലൊക്കെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഉടൻ തന്നെ അടുത്ത കൗൺസിലിൽ വെച്ച് അതിന്റെ ചെലവുകൾ അംഗീകരിക്കാനും DPC-യിലേക്ക് അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ കൈമാറാനും തയ്യാറാകേണ്ട മാന്യത കാണിക്കണം. ഇവിടെ പലതിനും DPC അംഗീകാരമില്ലെങ്കിൽ, അംഗീകാരമില്ലാത്ത പദ്ധതികൾ അദ്ദേഹം അനുവദിച്ച് അതിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ K. അജിത് കുമാറിനെ പോലെ വർഷങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റായും കൗൺസിലറായും പ്രതിപക്ഷ നേതാവായും നിരവധി പാരമ്പര്യമുള്ള പൊതുപ്രവർത്തകർ ഇവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവർക്ക് അധികാരമുണ്ട് ഫയലുകൾ പരിശോധിക്കാൻ. മുനിസിപ്പൽ സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി അത് പരിശോധിക്കാനും അതെന്താണെന്ന് നോക്കാനുമുള്ള അധികാരമുണ്ടെന്നിരിക്കെ അനാവശ്യമായി കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും മുനിസിപ്പൽ കൗൺസിലിനെയും അതിലെ ഉദ്യോഗസ്ഥന്മാരെയും നിയമപരമായി അവരുടെ നടപടികളെ ചോദ്യം ചെയ്യാനുമുള്ള അധികാരം ഇവിടെ ഇല്ലാതാക്കാൻ, ആ അധികാരങ്ങളൊക്കെ തന്നെ ഏകപക്ഷീയമായി തുടർന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർമാൻ അടക്കമുള്ളവർ. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ PN വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭ അഹങ്കാരത്തിന്റെയും താൻ പ്രാമാണിത്വത്തിന്റെയും ഒരു കേന്ദ്രമായി മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ഈ നഗരസഭയിലെ പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണ ഈ നഗരസഭയുടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാറിന് വ്യാജ പരാതി അജിത് കുമാറിനെതിരെ നൽകി ആരോഗ്യ വകുപ്പിലെ ഫയലുകൾ തട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പരാതി നൽകിയ സെക്രട്ടറിക്കും അതിനുവേണ്ടി ഒത്താശ ചെയ്ത നഗരസഭയുടെ ചെയർമാനും എതിരായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി നഗരസഭയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ PR അരവിന്ദാക്ഷൻ ജയിലിലായിട്ട് ഏകദേശം 8 മാസത്തോളമായി. ഇതുവരെയും ആ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്താനോ 9 മാസം കഴിഞ്ഞിട്ടും ആ ഡിവിഷന്റെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്താനോ ആ ഡിവിഷനിൽ ബൈ ഇലക്ഷന് വേണ്ടി ഫയലുകൾ നീക്കാനോ ഈ നഗരസഭയുടെ സെക്രട്ടറി താൻ പ്രാമാണിയാണ് എന്ന് പറയുന്ന സെക്രട്ടറി ഇതുവരെ തയ്യാറായിട്ടില്ല. ആ സെക്രട്ടറിക്കെതിരെ, ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥയ്ക്കെതിരെ ഈ നഗരസഭയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അഡ്രസ് ചെയ്യുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും നഗരസഭയുടെ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിന്ന് ചില ഫയലുകൾ, അത് ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി ആ ആരോഗ്യ വിഭാഗത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതിന്റെ രേഖകളാണ് ചോദിച്ചത്. പക്ഷേ ആ സെക്ഷനിൽ ആളില്ല എന്ന് പറഞ്ഞപ്പോ മാന്യമായി അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. വിവരാവകാശത്തിന് അപ്ലിക്കേഷൻ നൽകി മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ഈ നഗരസഭയിലെ സെക്രട്ടറി ചെയർമാന്റെ ഒത്താശയോടുകൂടി ഈ നഗരസഭയിൽ ഫയലുകൾ തട്ടിയിട്ടു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഈ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താൻ ഈ നഗരസഭ ഭരിക്കുന്ന CPM-ഉം അതുപോലെ CPM-ന് വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് ആമുഖമായി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, NR സതീശൻ, P. ജയരാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ, CH ഹരീഷ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, വിവിധ ബൂത്ത് ഭാരവാഹികൾ, പോഷക സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് KSRTC പുഴയിലേക്ക് മറിഞ്ഞു, 2 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. MR അജിത് കുമാറിനെ ബറ്റാലിയൻ മേധാവി തസ്തികയിൽ നിലനിർത്തിയതിൽ DGPക്ക് അതൃപ്തി. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ കയ്യാങ്കളിയിൽ 4 UDF MLAമാർക്ക് താക്കീത്.
വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡിന്റെ തുടർ നടപടികൾ DPR ലഭിച്ചു കഴിഞ്ഞാൽ ആരംഭിക്കും PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് തിരിച്ചടി. ക്രമസമാധാന ചുമതലയിലേക്ക് ADGP ആയി മനോജ് എബ്രഹാമിനെ എത്തിച്ച സർക്കാർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.